ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു ദിവസം കണ്ടുണരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്രകാരം ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നതോടൊപ്പം ഈ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മോർണിംഗ് മന്നയ്ക്കായി നൽകിയിരിക്കുന്ന ഭാഗം അഗബോസ് എന്നുള്ളതായ ഭാഗമാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിന്റെ 21-ാം അധ്യായം 10-ാം വാക്യമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 21-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അവ ഇപ്രകാരം വായിക്കുന്നു: ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയയിൽ വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഏഞ്ചൽസ് എന്ന് പറയുന്നത്, ദൂതന്മാർ എന്ന് പറയുന്നത് ദൂതവാഹകരാണ്. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രൊട്ടക്ഷൻ വേണ്ടിയുള്ളതാണ്. ദൈവത്തിന്റെ സൈന്യമാണ്, ദൈവത്തിന്റെ ആർമിയാണ്, അല്ലെ? അവർക്ക് എല്ലാവർക്കും ഓരോ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഓരോരോ പ്രവൃത്തികൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനാണ് അവരെ നിയമിച്ചിരിക്കുന്നത്. ദൈവം ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്കും വിഭാഗിച്ച് അല്ലെങ്കിൽ നൽകിയിട്ടുണ്ട്. അതൊക്കെ അതിന്റെ പരിപൂർണതയിൽ ചെയ്ത് കാണിക്കുക എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന തിരുവചനത്തിലൊക്കെ. ഒരു ദൂതനെ ഏൽപ്പിച്ച പണി അത് വൃത്തിയായിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുപോലെ നമുക്ക് ഉള്ളതായ ഇന്ന് പോസ്റ്റ്മാൻ ഉണ്ട്, ആ ലെറ്റേഴ്സ് എന്തെങ്കിലും ഡ്രാഫ്റ്റ് മണി ഓർഡർ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് സത്യസന്ധമായിട്ട് കൃത്യസമയത്ത് അത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ആ പോസ്റ്റ്മാൻ ഉള്ളത്. അതുപോലെ ഓരോരോ വ്യക്തികളെ സംബന്ധിച്ചുണ്ട്. നമുക്ക് ഇപ്രകാരം നമ്മൾ പലരുടെയും സഹായിയായിട്ട് ചെന്നിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് ഒരു ദൂത് നമ്മെ അറിയിച്ച ഒരു വ്യക്തി, ആ വ്യക്തി പറയുകയാണ് ഇന്ന ആളോട് ചെന്ന് ഈ ഒരു ദൂത് അല്ലെങ്കിൽ ഈ ഒരു കാര്യം അറിയിക്കണം എന്ന് പറയുന്നു. നമ്മൾ യാത്രകൾ ചെയ്ത് ആ കൃത്യസ്ഥലത്തെത്തി നമ്മെ വരമേൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ദൗത്യം എന്താണ് കൃത്യസമയത്ത് ആ ഒരു വ്യക്തിയെ നമ്മൾ എത്തിച്ചു കൊടുക്കും. അത്തരത്തിലുള്ള ആ ഒരു കാര്യവുമായിട്ടാണ് തിരുവചനം പഠിക്കുമ്പോൾ അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, ഈ ഒരു പ്രോഫറ്റ് ഈ ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്നത് നാം പഠിക്കുമ്പോഴൊക്കെയും കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ 11-ാം അധ്യായം 27-ാം വാക്യം തൊട്ടൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു: ആ കാലത്തു യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്നു പേരുള്ളവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു. ഇവിടെ നാം പഠിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നു ഈ ഒരു പ്രവചനം വളരെ ഫുൾഫിൽ ആയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഗബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സാധാരണ ഒരു വ്യക്തിയല്ല, ദൈവത്തിന്റെ പ്രവാചകനാണ്. ദൈവം അയക്കുന്ന ഓരോ കാര്യം കൃത്യസമയത്ത് ആ സ്ഥലത്ത് എത്തിക്കുക, അവരെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അഗബോസ് ഇവിടെയും എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിന്റെ 21-ാം അധ്യായം നാം വായിച്ചതുപോലെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നാം കാണുന്നത്: ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ വന്നു. എന്തിനു വേണ്ടിയാണ് വന്നത്? എന്തോ ഒരു ദൂതുമായാണ് വന്നത്, ഒരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു വാർത്ത എന്ന് പറയുന്നത് ഒട്ടും സന്തോഷകരമല്ലാത്ത ഒരു വാർത്തയായിരുന്നു. നാം താഴത്തേക്ക് വായിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വി ക്യാൻ സീ ദാറ്റ് അവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് മരിക്കുവാൻ പോകുന്നു. ആ സ്ഥലത്തേക്ക് ചെന്നാൽ, ആ യെരുശലേമിലേക്ക് വീണ്ടും ചെന്നാൽ എന്താണ് ആ യഹൂദ ജനങ്ങൾ ജാതികളിലേക്ക് അല്ലെങ്കിൽ ജാതികളിലേക്ക് അപ്പോസ്തലനായ പൗലോസിനെ നൽകും. എന്തിനു വേണ്ടി? കൊല്ലുവാൻ തക്കവണ്ണം. ഈ ഒരു കാര്യം, ഈ ഒരു ദുഃഖകരമായ ഒരു വാർത്ത അവരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ അഗബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ ഒരു പ്രവാചകൻ അവിടെ ചെല്ലുന്നത്, ശിഷ്യന്മാരുടെ അടുക്കൽ ചെല്ലുന്നത്. നാം താഴത്തേക്ക് വായിക്കുമ്പോൾ തന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ദൗത്യം അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കില്ല. നമുക്ക് ഒരാളുടെ മരണ വാർത്ത അയാളുടെ മുൻപിൽ വെച്ച് തന്നെ, ഇല്ലേ, നിങ്ങൾ ഈ വരുന്ന ആഴ്ചയിൽ മരണപ്പെടുവാൻ തൊക്കെ പോവുകയാണെന്ന് നമ്മൾ ആരുടെങ്കിലും അങ്ങനെ നേരിട്ട് പറയുന്നു. ആ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി
നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെ? നമുക്ക് വളരെ സങ്കടകരമാണ്. നമ്മെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി ഇവിടെ മരണവുമായി ബന്ധപ്പെട്ട് ദൈവം നമ്മെ അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുമ്പോൾ അത് നാം അവരിലേക്ക് എത്തിക്കുമ്പോൾ ഉള്ളതായ ഒരു മാനസികമായ വിഷമം സ്വാഭാവികമായും ഈ അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ ഉണ്ടായി കാണും. അങ്ങനെ ഇവിടെ അവരുടെ അടുക്കൽ ചെല്ലുകയും അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്തു തന്റെ കൈകാലുകളെ കെട്ടി, എന്നിട്ട് പറയുകയാണ്, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവിടെയുള്ളവരെല്ലാവരും സ്തംഭിച്ചു പോയി, കരയാൻ തക്കോണം തുടങ്ങി. പൗലോസിനോട് പറയുകയാണ്, അങ്ങോട്ട് പോകരുത്, ആ ഭാഗത്തേക്ക് പോകരുത്, കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ദൈവാത്മാവ് ഈ വ്യക്തിയിലൂടെ ഇന്ന് അറിയിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ടാറ് യെരുശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോസ്തലൻ പൗലോസിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിലും ഉണ്ടായിരിക്കണം. തന്റെ മരണവാർത്ത താൻ മരിക്കുവാൻ തപ്പണം പോവുകയാണെന്ന് തന്റെ തിരച്ഛേദനത്തെ കുറിച്ച് അറിവ് കിട്ടിയതായ അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുകയാണ്, എന്താണ്? കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി എന്താണ്? മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ്. ഇവിടെ അഗബോസിന്റെ ദൗത്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ അവിടെ അവതരിപ്പിച്ചു. തനിക്ക് നേരിട്ട് പറയാൻ ആയിരുന്നുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു നാടകം പോലെ ഒരു നടത്തിയത്. എന്താണ്? ആ പൗലോസിന്റെ കയ്യിലുള്ള അരക്കച്ച മേടിച്ച് തന്റെ കൈകാലുകളെ സ്വന്തമായിട്ട് ബന്ധിച്ച് പറയുകയാണ്, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ എന്താണ്? വധിക്കുവാൻ തപ്പണം പോവുകയാണ്. യെരുശലേമിലെ ജനങ്ങൾ ജാതികളിലേക്ക് ഇങ്ങനെ കൈകാലുകളെ ബന്ധിച്ച് ഏൽപ്പിക്കാൻ പോവുകയാണ്. ദൈവം നമ്മളിൽ വരമേൽപ്പിച്ചിരിക്കുന്നതായ ഓരോ ദൗത്യവും നാം എത്രത്തോളമാണ് ആത്മാർത്ഥതയോടെ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാം. സ്നേഹവാനായിരിക്കുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്നേഹമുള്ള ദൈവമേ, അവിടുത്തെ സത്യം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഫലമായി ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ വേദന അനുഭവിക്കേണ്ടതായി വരുമെന്ന് മറ്റുള്ളവർ അറിഞ്ഞാലും സത്യത്തെ ഉയർത്തിപ്പിടിക്കുവാൻ അടിയങ്ങളെ എന്നെ ഓരോരുത്തരും എന്താണ് സഹായിക്കുമാറാകണമേ. എത്രമാത്രം വേദനാജനകമായിരുന്ന കാര്യമാണെങ്കിലും ദൈവനാമത്തിന് വേണ്ടി നമ്മൾ അതെന്താണ് ചെയ്യേണ്ടത്? അത് ഭംഗിയായി നിവർത്തിക്കണം. ഈ പ്രവാചകൻ, ഈ അഗബോസ് നിവർത്തിച്ചതുപോലെ നാം ദൈവസന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കുക. ദൈവം നമ്മെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു, അത് ഭംഗിയായിട്ട് നിവർത്തിക്കുക. അത് എത്രമാത്രം പ്രയാസമുള്ളതാണെങ്കിലും വേദനാജനകമാണെങ്കിലും നാം അത് നിവർത്തിക്കുവാൻ തക്കണം ശ്രമിക്കുക. നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന അന്ത്യനാളുകളിലാണ്. വിശ്വസ്തയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുക. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ലൊരു പുലരി കണ്ടുണരുവാൻ തക്കണം അടിയങ്ങളെ സഹായിച്ചു. അതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് അടിയങ്ങൾ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. അഗബോസ് കർത്താവേ ഒരു പ്രവാചകനായിരുന്നു. താൻ പ്രവചിച്ച ഓരോ കാര്യവും നിവൃത്തി വന്നതായിട്ട്, ഫുൾഫിൽ ആയതായിട്ട് തിരുവചനത്തിൽ അടിയങ്ങളെ കാണിച്ചു തന്നു. അദ്ദേഹത്തിന് കർത്താവെ വരമേൽപ്പിച്ചിരിക്കുന്നതായ ആ ഒരു സന്തോഷകരമല്ലാത്ത ദുഃഖകരമായുള്ളൊരു വാർത്ത അത് ആ വ്യക്തിയിലേക്ക് എത്തിക്കുവാൻ തക്കോണം അദ്ദേഹം കാണിച്ച ആ മനസ്സ് എത്രമാത്രം പ്രയാസത്തിലൂടെ ആയിരുന്നു അദ്ദേഹം കടന്നുപോയത് അടിയങ്ങൾ അറിയുന്നു. എന്നിരുന്നാലും തന്നിൽ വരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണതയോടെ അത് അവിടെ നിവർത്തിച്ചതിനായിട്ട് സ്തോത്രം കർത്താവേ. അടിയങ്ങളെ ഏൽപ്പിച്ചായ ഓരോ ദൗത്യവും നല്ല പൂർണ്ണതയോടെ എത്ര വേദനാജനകമായിരുന്നാലും അത് നിവർത്തിക്കുവാൻ തക്കണം അടിയങ്ങളിലൂടെ ഒന്ന് ശക്തീകരിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ അടിയങ്ങളെ കേൾപ്പിച്ച പഠിത്തനായ സ്തോത്രം. അതുപോലെ ഇന്ന് കർത്താവെ എന്നെ ശ്രമിക്കുന്ന ലോകത്തിന്റെ നാനാ കോണുകളിലുമുള്ള എല്ലാ ദൈവമക്കളെയും അങ്ങ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഇന്നത്തെ പകൽക്കാലം കർത്താവെ, അടിയങ്ങൾ പോകുവാനിരിക്കുന്ന, ചെയ്യുവാനിരിക്കുന്ന എല്ലാ കാര്യത്തിന്മേലും അങ്ങയുടെ സാന്നിധ്യം, ആത്മാവിന്റെ ശക്തി, ദൂതന്മാരുടെ കാവൽ സൂക്ഷിപ്പും അടിയങ്ങളോട് ഓരോരുത്തരും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയങ്ങൾക്കായി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ.